അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് ഞാനിതാ പതിവില്ലാണ്ട് പത്രം എടുക്കാൻ പോയിട്ടോ. എന്തിനാന്ന് എനിക്കറിയില്ല, അങ്ങനെ പത്രം വായിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. പക്ഷെ എനിക്കെന്തോ ഇന്ന് പത്രം എടുത്തിട്ട് വരാൻ തോന്നി. ഓക്കെ, അപ്പം ഞാൻ വേഗം പോയി പത്രമൊക്കെ എടുത്തിട്ട് വന്നു. ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ട് പേജ് ഇങ്ങനെ തുറന്നു, അത്രേ ഉള്ളൂ കേട്ടോ. എപ്പോഴും ഇങ്ങനെ വിചാരിക്കും പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ ചായയും കുടിച്ച് ഇങ്ങനെ രാവിലെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാൻ. പക്ഷേ ഇരിക്കാൻ എവിടെ നിന്ന് സമയം. അപ്പോൾ പിന്നെ വേഗം ഞാൻ പത്രം ആ സൈഡിലോട്ട് അങ്ങ് വെച്ചിട്ട് വേഗം സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. ഇന്ന് ഞാൻ ഒരുപാട് നേരത്തെ ഒന്നും എണിച്ചിട്ടില്ല, കാരണം ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വ്ലോഗ് പോലെ അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര ഡീറ്റെയിൽ ക്ലീനിങ് അല്ല, എന്നാലും ഓക്കെ. കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ട ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സിറ്റ് ഔട്ടിൽ വേഗം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ സിറ്റ് ഔട്ട് വെള്ളം അടിച്ച് കഴുകണമൊന്നുമില്ല കേട്ടോ, അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ വേഗം പോയി പാലൊക്കെ എടുത്തിട്ട് വന്നു. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. എന്താണ് വിശേഷം? കുട്ടികളുടെ എക്സാമൊക്കെ തുടങ്ങാനായില്ലേ? ഇവിടെയും 15-ാം തീയതി മുതലാണ് എക്സാം. അയാൾക്ക് 13-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, പാല് വേഗം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചായ വെക്കണം, ചോറ് വെക്കണം, കുട്ടികൾക്ക് ചോറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ എനിക്ക് തന്നെ തോന്നി കുറച്ച് ദിവസമായില്ലേ ചോറ് തന്നെ ആക്കുന്നത്. അപ്പോൾ ചോറിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഡിഫറെൻ്റ് ഒന്നല്ല, എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അപ്പോൾ അതുണ്ടാക്കി. പിന്നെ വേഗം ചായ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെന്താ, നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട്, അതിന് ഞാൻ കുറേ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ. പിന്നെ പഴയ സിനിമകൾ, പഴയ പാട്ടുകൾ, അത് വേറെ വൈബ് തന്നെയാണ് അല്ലേ? അതെ, ഞാൻ ഓരോ സിനിമയുടെ വീഡിയോസ് ഇങ്ങനെ വെച്ചിട്ടാണ് ഇപ്പം എൻ്റെ കുക്കിങ്ങും ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ പാട്ടാണ് വെക്കാറ്. അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ സിനിമ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ കാണും. ഇന്നിപ്പോ ഞാൻ ഏതൊക്കെ സിനിമ, മണിച്ചിത്രത്താഴിന്റെ കുറച്ച് സീന് കണ്ടു. പിന്നെ ദാസനും വിജയനും അവരുടെ കുറച്ച് സീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് ഞാൻ ഫുള്ള് ഫിലിം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. മണിച്ചിത്രത്താഴ് പിന്നെ ഞാൻ ഒരുപാട് കണ്ട ഫിലിമാണ്. ഇപ്പോഴും എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എവർഗ്രീൻ ഫേവറേറ്റ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഏതാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. മൂവി കാണുന്ന ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്യാം. എല്ലാവരും ഒന്നും കാണുന്നില്ലല്ലോ. പിന്നെ മുറ്റിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും മണ്ണും പൊടിയും ഇലയൊന്നും ഇല്ലാന്ന്. പക്ഷെ അടിച്ചു വാരി വരുമ്പോ എന്തായാലും എവിടുന്നൊക്കെയോ കുറച്ച് ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഞാൻ വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സർഫ് എക്സൽ ലിക്വിഡ് എത്ര ദിവസം നിൽക്കും എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് ഞാനിപ്പോ ഇത് വാങ്ങിച്ചത് 3 ലിറ്ററിന്റെ ആണ്. 5 ലിറ്ററിന്റെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ നിൽക്കും. 3 മേടിക്കുമ്പോൾ 1 മാസത്തിൽ വരെ എന്തായാലും നിൽക്കും കേട്ടോ. ഇത് മേടിക്കുമ്പോൾ നമ്മൾ നോക്കി കണ്ട് ഒഴിക്കണം, ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ലിക്വിഡ് ആണെന്നും പറഞ്ഞ് നല്ലോണം സോപ്പ് പതയട്ടെ എന്ന് പറഞ്ഞിട്ട് കുറെ ഒന്നും ഒഴിക്കരുത്. ഇത് ഒഴിക്കാനും അതിന്റെ ആ മൂടിക്ക് ഒരു മൂടി മതി, ഒരു വാഷ് ചെയ്യാനിട്ട്. അപ്പൊ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഐ വിൽ ട്രൈ ദിസ് ബിരിയാണി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്യാൻ പോണേയുള്ളോ, അത് ട്രൈ ചെയ്തോ എന്നുള്ളതൊക്കെ പറയണം. നമ്മുടെ റാവുത്തർ ബിരിയാണിയുടെ കാര്യം പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഫ്രണ്ട് ഏരിയ ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തു. ഇനിയിപ്പോ മുന്നിലോട്ട് ഇപ്പം വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ ക്ലീൻ ചെയ്ത് തൊടി അടിച്ചു വാരി അങ്ങനെയൊക്കെ അങ്ങ് പോവാട്ടോ. പിന്നെ എപ്പോഴും എൻ്റെ വരുന്ന ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് വരുന്നൊരു കമന്റ് ഈ ചായമൻസിനെ കുറിച്ചാണ്. ഇതെന്ത് ചീരയാണ്, എൻ്റെ വീട്ടിലുണ്ട്, ഇതുകൊണ്ട് കറി വെക്കാൻ പറ്റുമോ, ഉപ്പേരി വെക്കാൻ പറ്റുമോ? പക്ഷെ ഇവരൊന്നും എൻ്റെ ലോങ് വീഡിയോ കാണുന്നില്ല, അതാണ് വലിയൊരു പ്രശ്നം. എന്നിട്ട് മാക്സിമം ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോ ഉള്ളത് ലിങ്ക് അയച്ചു കൊടുക്കുക. അവരുടെ കമന്റിന്റെ താഴെ ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. അവർ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. നെയ്യിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൂപ്പർ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എപ്പോഴും വേണം. ജിനി, തേങ്ങ ചിരവണ മെഷീൻ വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഓർമ്മയില്ല എനിക്ക്.
തേങ്ങ ചിരവണ ഒരു മെഷീൻ എനിക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലേ ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടൊന്ന് വാങ്ങിക്കൂടാ എന്ന് തോന്നുന്നുണ്ട്. ഞാന് കല്യാണിയുടെ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവള് പറയുന്നുണ്ട് ഒരുപാട് ടൈം എടുക്കുന്നൊക്കെയാണ് അതിൽ പറയണത്. എന്നാലും ചിരവി ക്ഷീണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ അവള് പറയുന്നുണ്ട്. അത് കേട്ടപ്പോ എനിക്കും തോന്നി ഒന്ന് മേടിച്ചാൽ കൊള്ളാന്നുള്ളതൊക്കെ കേട്ടോ. പിന്നെ ജിനി മതിൽ റൂഫ് അടിക്കണ ഷീറ്റ് അടിച്ചാൽ മതിലൊക്കെ ആകുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോ കാര്യമായിട്ട് അതിലൊന്നും വർക്കൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഒന്നാമത് അതൊന്നും ചെയ്യാത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ പണി എവിടെ എത്തി പഠിച്ചോനെ. ഞാൻ വർത്താനം പറഞ്ഞ് വ്ലോഗ് ഇങ്ങനെ തീർന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചാക്കാൻ ഞാൻ ഇവിടെ ചോറ് കുക്കറിൽ വേവിച്ച് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ്റെ പീസ് ഉണ്ടായിരുന്നു, അതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ഓയിലിൽ തന്നെ ചേന ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ചേന ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ ഉച്ചയ്ക്കും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തു കേട്ടോ. അത്യാവശ്യം കൂടുതൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ചോറ് ഇവിടെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ലെമൺ റൈസ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു കുട്ടികൾക്ക്. അതാകുമ്പോ വേറെ കറിയൊന്നും വേണ്ടല്ലോ. അപ്പൊ ഞാനൊരു വീഡിയോ കണ്ടപ്പം അതിങ്ങനെ പ്ലേ ചെയ്ത് നോക്കിട്ടോ. ലെമൺ റൈസ് ഉണ്ടാക്കേണ്ടതൊക്കെ ഞാൻ മറന്നുപോയി. അപ്പൊ ഒരു വീഡിയോയിൽ നോക്കിയപ്പം ജസ്റ്റ് ഒന്ന് നോക്കി. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുത്ത് പരിപ്പും ഉഴുന്നും ചേർത്തി കൊടുത്ത് വറ്റൽമുളകും കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും ചേർത്തിട്ട് എടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുക. തിളയ്ക്കാൻ വെക്കരുത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വേവിച്ച ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എനിക്കിതിന്റെ കളറാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം, ലെമൺ റൈസിന്റെ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ കറിവേപ്പിലയും കടുകും ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. അപ്പൊ ഞാൻ ചേന വറുത്തതും ചിക്കൻ വറുത്തതും ലെമൺ റൈസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ ഒന്ന് അത് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ചിക്കൻ വെച്ചു കൊടുത്തു, ഒരു സൈഡിൽ നമ്മൾ ചേനയും വെച്ചു കൊടുത്തു. അപ്പൊ എന്നോട് ചേച്ചി എന്താണ് കുട്ടികൾക്ക് ഒരു കറി മാത്രം ആക്കി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു കമന്റ് ഉണ്ടായിരുന്നു. അതിന്റെ റിപ്ലൈ ഞാനിതാ ഈ വ്ളോഗിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എൻ്റെ മക്കൾ എന്തുകൊണ്ട് വേറെ കറി കൊണ്ടുപോകാത്തെന്നുള്ളത്. അപ്പൊ ഞാൻ രണ്ടുപേരുടെ ലഞ്ചും അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. ബട്ടറിലാണ് കേട്ടോ ഞാൻ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. എഗ്ഗും ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ ചപ്പാത്തി ഉണ്ട്. ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഞാൻ സൺഡേ കഴിഞ്ഞ് പിന്നെ മൺഡേ ഭയങ്കര കുക്കിംഗ് ഒന്നും ചെയ്യൂല. സൺഡേ നല്ലപോലെ കുക്ക് ചെയ്യണ ഒരു ദിവസം കൂടിയാണല്ലോ. അപ്പോൾ നമുക്കൊരു കുക്ക് ചെയ്തതിന്റെ ഹാങ് ഓവർ മാറാനും പിന്നെ കുറച്ച് ഫുഡ് ബാക്കിയുള്ള ഒരു ദിവസം ഒക്കെ ആണല്ലോ എല്ലാവരുടെ വീട്ടിലും മൺഡേ. അപ്പൊ ഞാൻ ഈ ഒരു മൺഡേ അങ്ങനെ തന്നെ അങ്ങ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ഇങ്ങനെ ബട്ടറിലൊന്നും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും ബട്ടറൊക്കെ ആക്കി കൊടുത്ത് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യ് കേടുവന്നു പറഞ്ഞിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നേ. അപ്പം അതിന്റെ റീസൺ എനിക്ക് തോന്നിയത് ബട്ടർ നമ്മൾ എടുത്തു വെക്കുന്ന ക്രീം കേടുവന്നത് കൊണ്ടായിരിക്കാം മേ ബി. പിന്നെ ഒരാൾ ഉപ്പിട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു പുളിപ്പ് മാറുന്നൊക്കെ. ഇനി അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അന്വേഷിച്ച് നോക്കണം. അപ്പോൾ ഇതാ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു. പിന്നെ ബിരിയാണി പൊളിച്ചു കേട്ടോ. ഞാനും തമിഴ്നാടാണ്, ഇവിടെയും ഇങ്ങനെ ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. അതെ, നല്ല ടേസ്റ്റാണ്. ആർക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി പോലും ഇപ്പം ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ FB-യിൽ റാവുത്തർ ബിരിയാണിയുടെ റെസിപ്പി ഇട്ടപ്പം ഫുൾ അതിൽ ബാഡ് കമന്റ്സേ ഉള്ളൂ. 2.7 മില്യൺ വ്യൂ അതിന് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു ഗുഡ് കമന്റ് കൊണ്ട് വ്യൂ വന്നതല്ല അത്. ശരിക്കും പറഞ്ഞാൽ ബാഡ് കമന്റ് ഇട്ടിട്ട് വ്യൂ വന്ന ഒരു വീഡിയോ ആണത്. ഇറച്ചിച്ചോറ്, ഇത് ഞങ്ങളുടെ കുഷ്ക, ഇത് ഞങ്ങളുടെ നെയ്ച്ചോറ്, ഇത് ഞങ്ങളുടെ ആ ചോറ്, ഈ ചോറ്, ഇത് ബിരിയാണി അല്ല, ഇതെന്താണ്, അതാണ് ഇത്, അങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ 100 നാക്കാണെന്ന് പറയില്ലേ, അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങോട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ നിങ്ങളെ. അപ്പൊ എന്തായാലും നമ്മൾക്കിത് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോ ഇതിനൊന്നും ബിരിയാണി ആണ് അല്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ലോകം കാണാത്ത ആൾക്കാരാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. കാരണം നമ്മുടെ ലോകങ്ങളിൽ പല വെറൈറ്റി ഫുഡും പല വെറൈറ്റി ആൾക്കാർ പല വെറൈറ്റി
ഭാഷകൾ ഒക്കെ ഉള്ള പോലെ തന്നെയാണ് പല വെറൈറ്റി ബിരിയാണികളും എന്ന് ലോജിക്കോട് കൂടി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക കേട്ടോ. മട്ടൻ ഇനി ഇഷ്ടമല്ലാത്തവർ ചിക്കനിൽ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ കുട്ടികളൊക്കെ പോയി ഞാൻ ബാക്കിലുള്ള തുണികളിനൊക്കെ ഒന്ന് വേഗം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി എടുക്കണം കേട്ടോ. വലിയ ചമ്മലൊന്നുമില്ല, ഇപ്പൊ ഡെയിലി അടിച്ചു വാരണുണ്ട്. വലിയ വലിയ ഇലകളൊന്നും വന്ന് ഇടങ്ങാറാക്കുന്നില്ല, കാറ്റൊന്നുമില്ല കേട്ടോ പുറത്ത്, അതെന്താണെന്നറിയില്ല. പിന്നെ 2 ദിവസമായിട്ട് തണുപ്പും കുറവാണ്, ഇല്ലെങ്കിൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഫാനൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ വിറയ്ക്കുന്ന തണുപ്പായിരുന്നു ഇവിടേക്ക്. പക്ഷെ ഇപ്പൊ കുറവാണ്. ഞാൻ തടിച്ചു വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ കോഴിക്കോട് ഇറച്ചിച്ചോറ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ ബിരിയാണി കണ്ടിട്ട് ഞാനും വിചാരിച്ചു എൻ്റെ കമന്റ് ബോക്സിൽ എന്താണ് ആ കമന്റ് വരാത്തത് എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, മഴയുണ്ട് നമ്മുടെ നാട്ടിലെന്ന്. ചെറുതായിട്ടൊക്കെ ഇന്നലെ മഴ പെയ്തിരുന്നു, ഇന്ന് പെയ്തിട്ടില്ല കേട്ടോ. ഇക്കാക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കുന്നുണ്ട്. ഇക്ക ജോഗറിൽ സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. ഓൾ ഇന്ത്യ ആണ് കേട്ടോ. ഓൾ ഇന്ത്യ, അതായത് കേരളത്തിലില്ല, ബാക്കി എല്ലാവിടെയും. പക്ഷെ കോഴിക്കോട് ഓഫീസാണ് കേട്ടോ മൂപ്പർക്ക്. പക്ഷെ വർക്ക് ചെയ്യേണ്ടതൊക്കെ പുറത്താണ്. അങ്ങനെയാണ് ഇക്കാന്റെ. ജോഗർ എന്ന് പറഞ്ഞ ഒരു ചപ്പൽ കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ചപ്പലാണ് കേട്ടോ അവരുടേത് ഉള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ വാങ്ങിക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഒരു സിമെന്റ് ഇട്ട ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. കുറുമയുണ്ട്, ചപ്പാത്തി ഉണ്ട്, ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് വേണ്ടവർക്ക് ബ്രെഡ് കഴിക്കാം എന്നുള്ളൊരു ഇതില് ബ്രെഡും ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ വാപ്പാക്ക് ചപ്പാത്തി മതി പറഞ്ഞിട്ട് ചപ്പാത്തിയും കുറുമയും എടുത്തു കൊടുത്തു. പിന്നെ എഗ്ഗ് നമ്മൾ ബുൾസൈ ആക്കിയത്, പക്ഷെ ഞാൻ 2 സൈഡും വേവിക്കും കേട്ടോ, വേവിക്കാണ്ട് എടുക്കൂല, അതങ്ങനെ ശീലമായി. ഉമ്മ വെള്ളമൊക്കെ എടുത്തിട്ട് ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം. എനിക്ക് മസാലക്കറിയിലോട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ മറ്റേ പ്രോട്ടീനല്ല, എന്താ ഹെൽത്തി മീല് അല്ലേ, അത് കുടിക്കലും നിർത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. എനിക്കുണ്ടല്ലോ ഒരു കാര്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനേ ഭയങ്കര പ്രയാസമാണ്. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഞാൻ ഇന്ന് ബ്രേക്ക് എടുത്താൽ പിന്നീട് എനിക്ക് അതിലോട്ട് തിരിച്ചു പോകാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഞാൻ അത് കഴിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കൊരു ബ്രേക്ക് വന്നപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കായി പോയി ആ ഒരു ഹെൽത്തി ഡ്രിങ്ക്. ഇനി വീണ്ടും അതിലോട്ട് തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ വീഡിയോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അതേപോലെ വെണ്ണ എടുക്കുന്ന ഒരു പ്രത്യേക മെഷീൻ ഉണ്ട് ഇത്ര, ഓൺലൈനിലൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നോക്കുക കേട്ടോ, ആവശ്യമുള്ളവർ നോക്കുക. എനിക്കെന്തായാലും ആവശ്യം എന്താ പറയാ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാത്തത്. ഓക്കെ, പിന്നെ നെയ്യെടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി, ഓൺലൈനിൽ കിട്ടുന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ സൂപ്പർ കറി കൊതിയാകുന്നു പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മുടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായ വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു, കുറച്ചധികം പാത്രം തന്നെ കഴുകാനുണ്ട്. അപ്പം ഞാൻ വേഗം പോയി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചായ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജീനയുടെ ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലുമൊക്കെ അതിനുള്ള ഭാഗ്യമുണ്ടെങ്കിൽ. ഇവിടെ കുടുംബക്കാരൊക്കെ വരുമ്പോൾ ചായ വെച്ചിട്ടേ വെക്കും, അപ്പം അവർക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം എൻ്റെ വേറൊരു കസിൻ ഉണ്ട്, അവള് പറയും നിങ്ങൾക്കൊക്കെ ഉള്ളൂ ജിൻഷാൻറ്റിൻ്റെ, എന്നെ ആൻറ്റി എന്നാ പറയാ, ജിൻഷാൻറ്റിൻ്റെ ചായ, ജിനി ആൻറ്റി എന്നാണോ ജിൻഷാൻറ്റി എന്നാണോ അങ്ങനെ എന്തോ, എൻ്റെ ഫുൾ നെയിം ജിൻഷ എന്നാണ് കേട്ടോ. അപ്പൊ ജിൻഷാൻറ്റിൻ്റെ ചായ നിങ്ങൾക്കൊക്കെ വിലയില്ലാത്തുള്ളൂ, പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബർ അങ്ങനെ ഫാമിലിക്ക് ഭയങ്കര വിലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പറയുമായിരുന്നു. കറക്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ ചോദിക്കണേക്കുമ്പോ എനിക്ക് തന്നെ എൻ്റെ ചായ അത്രയും ഫേമസാ. ചായ ഉണ്ടാക്കി യൂട്യൂബിൽ ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. ഫേമസ് മീൻസ് കുറച്ചൊരു ഫേമസ്, അത്രേ ഉള്ളൂ കേട്ടോ ഉദ്ദേശിച്ചിട്ട്. പിന്നെ നമ്മുടെ വീട് ചുറ്റും അടിച്ചു വാരി വൃത്തിയായത് കാണാൻ ഭയങ്കര ഒരു തൃപ്തിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നേ. ശരിയാണ്, ഭയങ്കര തൃപ്തിയാണ്. ചേനയുടെ ഇൻഗ്രീഡിയൻസ്, ചേന ഫ്രൈ ചെയ്തതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിക്കുമോ ചോദിച്ചിട്ടുണ്ട്. ഞാനതൊരു വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്, ഇനി ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചായ വെച്ച് പാത്രം കഴുകി അവിടെ എല്ലാം ക്ലീൻ ആക്കി യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച ശേഷം ഞാനിതാ
ഈ ഭാഗങ്ങളൊക്കെ അടിച്ചു വാരി എടുക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് ഇലയില്ല എന്നൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ഡെയിലി അടിച്ചു വാരുന്നത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ നീറ്റായിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ എന്തിനാണ് ഇലയില്ലാത്ത അവിടെ വെറുതെ അടിക്കണത് എന്ന് നിങ്ങൾക്ക് തോന്നും, അങ്ങനെ ചോദിക്കാൻ തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ നീറ്റായി കിടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഡെയിലി അടിച്ചു വാരുന്നുണ്ട് എന്ന് തന്നെയാണ്. അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ അത് പ്രത്യേകം അറിയുകയും ചെയ്യും കേട്ടോ, നിറയെ ഇലയുണ്ടാവും. അപ്പൊ വേഗം വേഗം ഈ ഭാഗത്തൊന്ന് നമ്മൾ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടും പരിസരമൊക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് കമന്റ് എപ്പോഴും വരാറുണ്ട് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. പിന്നെ ഉപ്പാന്റെ ചുമയാട്ടോ കേൾക്കുന്നത്. പിന്നെ എന്താ പറയാ, ജിനിയുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും കിച്ചണും ഒക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം. എന്നാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് അവിടെ കിട്ടും. കിച്ചണിലോട്ട് രാവിലെ എണീച്ച് പോകുമ്പോൾ അവിടെയുള്ള പാത്രങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടുമോ? എൻ്റെ കിച്ചണിൽ 2 പാത്രം ഇപ്പൊ കഴുകാനുണ്ട് കേട്ടോ. എന്നിട്ടിരുന്ന് പാചകം അടിക്കണു അല്ലേ ഞാന്. അപ്പൊ ഞാനത് വലിയ ചട്ടിയായപ്പോ പുറത്ത് പോയി കഴുകണം. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ കഴുകാന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ട് വന്നേക്കുവാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ, അതായത് നമ്മൾ പിന്നെ ചെയ്യാ എന്നും പറഞ്ഞ് അതുവരെ നല്ല നീറ്റുള്ള നമ്മുടെ വീട്ടിലോട്ട് നീറ്റ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് കേറി കുറെ ഗസ്റ്റ് വരും അല്ലേ. അങ്ങനെ പെട്ടിട്ടുണ്ടോ? ഞാൻ പെട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ചില സമയത്ത് സിങ്കിൽ പാത്രം ഉണ്ടാവും, ചില സമയത്ത് ഹാളിൽ ഡ്രസ്സ് ഉണ്ടാവും, അതുവരെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഭയങ്കര നീറ്റ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരുമ്പോ അവിടെ ഉണ്ടാവും. അങ്ങനെ എത്ര പ്രാവശ്യം പെട്ടിട്ടുണ്ടെന്ന് അറിയോ? അയ്യോ, അത് വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ. അതായത് ഹാളിൽ ചിലപ്പോൾ ഡ്രസ്സുകൾ മടക്കിയാണ്ട് വെച്ചിട്ടുണ്ടാവും, ഞാൻ പിന്നെ കൊണ്ടേക്കാം എന്നും പറഞ്ഞ അവിടെ വെക്കൂലേ. അപ്പൊ തന്നെ വല്ല ഗസ്റ്റും കയറി വന്നിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഞാൻ വേഗം വേഗം അടിച്ചു വാരി എടുക്കട്ടെ. ഇന്ന് ഞാൻ കോമ്പൗണ്ട് മൊത്തം അടിച്ചു വാരി, ഈ ഭാഗവും എല്ലാവിടെയും അടിച്ചു വാരി. ഇന്ന് എനിക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നു, പിന്നെ അടിച്ചു വാരാനും മൂടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ വേഗം വേഗം അങ്ങ് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. വിയർത്തു കേട്ടോ ഞാൻ അടിച്ചു വാരിയിട്ട്, അതാണ് ഒരു രസം. ഞാൻ ഇങ്ങനെ വിയർക്കാറൊന്നുമില്ല, പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും വിയർത്തു അടിച്ചു വാരിയിട്ട്. ഇവിടെ കല്ലും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് പണ്ടത്തെ ആ ഒരു നീറ്റ്നെസ് കിട്ടുന്നില്ല. പണ്ട് ഇതുപോലെ മണ്ണായിരുന്നു കേട്ടോ എല്ലാവരുടെയും. പിന്നെ നമ്മുടെ ബാത്റൂമിന്റെ ഒക്കെ ആ ഭാഗമൊക്കെ പൊളിച്ചപ്പോഴേ അതിന്റെ സിമെന്റും കട്ടിയും കല്ലും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തിയിട്ടപ്പോ നമുക്ക് ആ ഒരു അടിച്ചു വാരുമ്പോ ഒരു തൃപ്തി കിട്ടൂല എന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ഈ ഭാഗങ്ങളിലൊക്കെ വേഗം വേഗം അടിച്ചു വാരിയെടുത്ത് ഇതിനെ ഇനി ആ മുരിങ്ങയുടെ മരത്തിന്റെ ചോട്ടിലാണ് നമ്മുടെ ഇലകളൊക്കെ വെച്ചേക്കുന്നത്. അത് ദ്രവിച്ചു പോട്ടെ, അല്ലെങ്കിൽ പിന്നെ കുറെ ആകുമ്പോൾ പിന്നെ കത്തിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ കത്തിക്കണമെന്ന് നമ്മൾ യൂട്യൂബിൽ കാണിക്കുന്നില്ല, കാണിക്കാൻ പാടില്ല എന്നുള്ള റൂൾ ഉണ്ട് തോന്നുന്നു കേട്ടോ. എനിക്ക് അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല. അപ്പൊ ഇതാ ഈ ഭാഗം വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ എത്ര മിനിറ്റായി അടിച്ചു വാരുന്നത് എന്നുള്ളത് ആരെങ്കിലും ഒരാളൊന്ന് ഗസ് ചെയ്തിട്ട് കമന്റ് ഇടണേ. നമ്മുടെ തൊടി മൊത്തം അടിച്ചു വാരാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് പറയാം. അതേപോലെ ഹസ്ബൻഡ് ഒറ്റ മോനാണല്ലോ, നിങ്ങൾക്ക് ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, ഒറ്റ മോനാണ്, നമ്മൾക്ക് കുഴപ്പമില്ലാണ്ട് എനിക്ക് തോന്നുന്നു 2 വീടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം. ഓക്കെ, അപ്പൊ ഞാൻ ഇക്കാനോട് എപ്പോഴും പറയും, നമ്മുടെ മക്കള് നമ്മളെ അടുത്ത് ഉണ്ടാവോ ഇല്ലയോ ഒന്നും അറിയില്ല, പക്ഷെ ഇങ്ങനെ പറയും, നമുക്ക് ഇങ്ങനെ വീടിന്റെ സ്ഥലത്തിന്റെ നടുവിൽ കൊണ്ടായിട്ട് വീട് കെട്ടരുത്, ഒരു ഭാഗത്തേക്ക് മാറ്റി കെട്ടണം, വേറൊരു ഭാഗത്ത് നമുക്ക് വേറൊരാൾക്ക്, അതായത് ഇനി ആരാണോ അവിടെ ഉള്ള രീതിയിൽ മാറ്റി വെക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയട്ടോ. അയ്യോ, സംസാരിച്ച് എന്റെ വായിലുള്ള വെള്ളമൊക്കെ വറ്റുന്നുണ്ട്. അങ്ങനെ പുറമേ ഉള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഉള്ളിൽ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. രാവിലെ കുട്ടികള് റിഹാൻ ബുക്ക് തെരഞ്ഞതിന്റെയാണ് ഈ കാണുന്നതെല്ലാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു സ്റ്റാൻഡിലുള്ള ബുക്കുകളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. പിന്നെ അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ചിടണം. കുട്ടികൾ വിരിച്ചിടും, പക്ഷെ എത്ര വിരിച്ചിട്ടാലും ഉണ്ടല്ലോ, എനിക്ക് ഞാൻ വിരിച്ചിടണതിന്റെ ആ ഒരു പെർഫെക്ഷൻ വരൂല കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും പോയി നേരാക്കും. ശരിക്കും മറ്റാ ഒരു വ്ളോഗർ ഇല്ലേ, പാത്തു എന്നൊക്കെ പറഞ്ഞിട്ട്, സൈനാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണലുണ്ടോ? അതിലത്തെ ഓരോ ഉമ്മമാരനെ എങ്ങനെ അവര് ഇമിറ്റേറ്റ് ചെയ്തിട്ടല്ലേ ഓരോ വ്ളോഗ് ചെയ്യുക, കുൽസു, സൈനാത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ചില സമയത്ത്
അതിൽ സൈനാത്ത ഞാനാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് കുട്ടികൾ നേരാക്കി അവിടെ പോയിട്ട് ഞാൻ വീണ്ടും നേരാക്കും. പിന്നെ കുട്ടികളെ അടുത്ത് ഞാനിങ്ങനെ പറയും, അല്ലെങ്കിൽ ഒന്ന് എനിക്കൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മനസ്സാക്ഷി ഇല്ലല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഞാൻ പറയും, നീ ഒന്ന് പോയാൽ ശരിയാവില്ല, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ പറയാറുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സ് വഴി അറിയിക്കുക. വെറുതെ ഒരു സമാധാനത്തിന്. ഓക്കെ, എനിക്കൊരു സമാധാനം ഇരിക്കട്ടെ, നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ വേഗം ഞാൻ കുട്ടികളുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടു. റിഹാൻഡി അയാൻ്റെ ഒക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ്, പിന്നെ അതുപോലെ കർട്ടനൊക്കെ മാറ്റിയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് തട്ടി അടിച്ചിരുന്നു കേട്ടോ. മാറാലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മളത് ചെയ്യുമ്പോൾ ജനലിൽ പൊടിയൊന്നും അധികം പിടിക്കൂല, പിന്നെ മാറാലയും പിടിക്കൂല. അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാവിടെയും ഒന്നും മാറാലൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ജനലിലൊക്കെ തട്ടും ചെയ്തു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റൂമിൽ വലിയ പൊടികൾ കാണൂല, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി അവിടെ ആ റൂമൊന്ന് അടിച്ചു വാരി എടുത്തു കഴിഞ്ഞാൽ തുടക്കൽ പിന്നെ ഒന്നിച്ച് തുടക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഓരോ റൂമായിട്ട് തുടക്കുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ സൂപ്പർ വീഡിയോ ഡിഷ് എല്ലാം സൂപ്പർ, കൊതിപ്പിച്ചു, പുട്ടും ചിക്കൻ പാർട്സും സൂപ്പർ, എല്ലാം അടിപൊളി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഹരിത ബിനു, താങ്ക് യു. ഇനി റാവുത്തർ ബിരിയാണി ഒന്ന് വെച്ച് നോക്കണം, വീഡിയോ എല്ലാം കാണാറുണ്ട്, എല്ലാം സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റാവുത്തർ ബിരിയാണി എന്തായാലും വെച്ച് നോക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ വേഗം എന്താ പറയാ, എൻ്റെ 2 ജനലും വാതിലും പിന്നെ മാറാലൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി അവിടേക്ക് ഒന്ന് തട്ടിയിട്ടുണ്ട്. ഇവിടെ ബ്ലറർ ആക്കിയത് തന്നെ. നമുക്ക് ചില സമയത്ത് ഞാൻ എൻ്റെ നൈറ്റിയുടെ അടിയിൽ ഞാൻ പാൻറ് ഇടാറുണ്ട്, പക്ഷെ പലപ്പോഴും പാൻറ് ആയതുകൊണ്ട് പലരും അത് ബോറാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നിഴലടിക്കുമ്പോൾ. അപ്പൊ എനിക്ക് തന്നെ അതൊരു നിഴലടിക്കൽ അങ്ങനെ തോന്നിയത് കൊണ്ട് ഞാൻ വേഗം ബ്ലറാക്കിയതാണ്. ഇനിയിപ്പോൾ എന്താ ഇവിടെ എങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിച്ചു കൂട്ടണ്ട. പിന്നെ ഞാൻ ഈ 2 സൈഡിലുള്ള ജനലും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ഞാൻ ഇന്ന് എൻ്റെ ബെഡിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം വിചാരിച്ചിട്ടാണ്. അതാണ് ബെഡിൽ അങ്ങനെ തന്നെ കയറിയത് കേട്ടോ. പിന്നെ ജിനി, യുവർ പ്രസന്റേഷൻ ഓഫ് വ്ലോഗ് ആർ റിയലി ഓസം, താങ്ക് യു സോ മച്ച്, നോ നീഡ് ടു ചേഞ്ച്, ഇറ്റ് ഈസ് മൈ ഒപ്പീനിയൻ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. പലർക്കും ഇത് ബോറടിയാണ്, റിപ്പീറ്റഡ് ആണ് എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും ഞാൻ ഓക്കെ നിർത്താം എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ, ഞാൻ എന്ത് വിചാരിക്കും, ഞാനൊരു ഡെയിലി വ്ലോഗർ അല്ലേ, അപ്പം ഡെയിലി ഞാൻ എന്താണോ ചെയ്യുന്നത്, ആൾക്കാർക്ക് എന്താണോ കാണാൻ പറ്റുന്നത്, ആ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാം എന്നൊക്കെ ഞാൻ തന്നെ പിന്നെയും ചിന്തിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ എഫേർട്ട് എടുക്കും. മറ്റേത് ഇങ്ങനെ പലരും ആദ്യമൊക്കെ എപ്പോഴും അങ്ങനെ കമന്റ് ഇട്ടിരുന്നു, ജിനിത്താന്റെ വ്ളോഗ് ഇപ്പൊ കാണാൻ തോന്നുന്നില്ല എപ്പോഴും ഒരേപോലെ ആയതുകൊണ്ട് എന്ന്. പക്ഷെ ഡെയിലി നമ്മൾ വീട്ടിൽ ഉള്ള ഇരിക്കുന്ന ഒരു വുമൺ എന്ന രീതിയിൽ എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ എൻ്റെ വ്ളോഗിൽ പറ്റൂല. പിന്നെ എനിക്ക് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വ്ളോഗുകൾ ചെയ്യുന്നതും ഇഷ്ടമല്ല, പ്ലാൻ ചെയ്തിട്ടുള്ള വ്ളോഗ് ചെയ്യുന്നത് ഇഷ്ടമല്ല. പിന്നെ റെസിപ്പി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും കേട്ടോ, അതല്ല ഞാൻ പറയുന്നത്. പ്രാങ്ക് വീഡിയോ അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇല്ലേ, അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ റെസിപ്പി അടിപൊളി പറയുന്നുണ്ട്, താങ്ക് യു. പിന്നെ കുറേ റെഡ് ഹാർട്ടും ഗ്രീൻ ഹാർട്ടും ഒക്കെ ഉണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർ റെഡ് ഹാർട്ട് ഇടുക എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇട്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ എൻ്റെ വരെ കാണുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഞാന് ഇവിടെ കോണി വെച്ച ഈ ഭാഗത്തൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. അവിടെ കവറിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇടും, അതിനെ പിന്നെ നിറഞ്ഞു കഴിയുമ്പോൾ പുറത്ത് വലിയ ചാക്ക് വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുപോയിട്ട് ഇടും കേട്ടോ. പ്ലാസ്റ്റിക് ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പണ്ട് പ്ലാസ്റ്റിക് നമ്മൾ തൊടിയിലിടും, ചില സമയത്ത് അവിടുന്ന് തന്നെ കത്തിക്കേണ്ടിയൊക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാറില്ല നമ്മുടെ തൊടിയിലൊന്നും, ഇങ്ങനെ കൂട്ടിവെക്കും. പിന്നെ ജനലിൽ ഈ കമ്പിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് എടുത്ത സാധനങ്ങളൊക്കെ കുടഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാത്രങ്ങളും ഗ്യാസൊക്കെ വെച്ച ഈ ഒരു ഏരിയ അവിടുന്ന് എൻ്റെ ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഇവിടെയും ഒന്ന് അടിച്ചല്ല ഒന്ന് തുടച്ചെടുക്കണം. തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. സ്റ്റൗവും ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ.
ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിന്ന് ക്ലീൻ ചെയ്തിട്ടില്ല, എന്നാലും ഒരു മിനി ക്ലീനിങ് എന്നൊക്കെ പറയാട്ടോ. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് എത്രയുണ്ട് ചോദിക്കുന്നുണ്ട്. വെയിറ്റ് ഞാൻ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. എനിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും വെയിറ്റ് ലാസ്റ്റ് നോക്കുമ്പോൾ 70-71 ഈ രീതിയിലാണ്. എൻ്റെ ഹൈറ്റിന് ഞാൻ 64 പാടുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു ചേഞ്ച് എൻ്റെ ബോഡിക്ക് ഉണ്ടാകും. എന്തായാലും എനിക്ക് തൈറോയിഡ് ഉള്ള കാരണം 70-ന് താഴേക്ക് എനിക്ക് ഒറ്റയ്ക്കായിട്ട് എത്ര ഡയറ്റ് എടുത്തിട്ടും പറ്റുന്നില്ല. പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനർമാരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറ്റുമായിരിക്കും. പിന്നെ ഈ ഓൺലൈനിൽ 1000 രൂപയ്ക്ക് വെയിറ്റ് കുറച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, മാക്സിമം നിങ്ങൾ അതിലൊന്നും ചേരാണ്ടിരിക്കുക. ചേരുകയാണെങ്കിൽ തന്നെ നല്ല ട്രെയിനർമാരുണ്ടാവും, അവരെ ഇതിൽ അത്യാവശ്യം പേയ്മെന്റ് ഉണ്ടാവും അവർക്ക്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണം ഉണ്ടാകും. ഒന്നാമത് നമുക്ക് ആ വർക്കൗട്ടും കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. അവർ അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നീടാണെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ആ വർക്കൗട്ട് ഉണ്ടെങ്കിൽ ധാരാളം മതിയാവും. കുറയ്ക്കണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ കാര്യം മാത്രം കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ആ കറിയുടെ കാര്യത്തിന്റെ ക്ലിപ്പിൽ വോയിസ് വെക്കാൻ മറന്നുപോയിട്ടാ. അപ്പോൾ ഓർമ്മയുണ്ട്, ഇതിന്റെ ലാസ്റ്റ് ഞാൻ കൊണ്ടുപോയി വെക്കാം. അയൻകുട്ടിയുടെ ആ ഒരു സംസാരിക്കണ ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഈ ഭാഗം ഞാൻ വേഗം ക്ലീൻ ആക്കി എടുത്ത് അവിടെയൊക്കെ തുടച്ചിട്ട് എൻ്റെ കപ്പുകളൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെ വെക്കണം കേട്ടോ. അതാണ് നെക്സ്റ്റ് പരിപാടി. പിന്നെ റാക്കുകളൊന്നും ഞാൻ ഇപ്പം തൊട്ടിട്ടില്ല. ഓരോ ദിവസവും ഓരോ റാക്ക് വെച്ചിട്ട് തൊടാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഹെവി ആയി തോന്നൂല, പണി ഒരുപാടായിട്ട് തോന്നൂല, ടയേർഡ് ആവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ തോന്നും ഓരോ റാക്ക് വെച്ച് ചെയ്യുമ്പോൾ തോന്നും ഒറ്റ ദിവസം കൊണ്ട് അടുക്കള ക്ലീൻ ആക്കി എടുത്താൽ പോരെ എന്ന് തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ ഈ ജനലൊന്ന് ക്ലീൻ ആക്കി പെട്ടെന്ന് ജനലിൽ മാറാല് പിടിക്കുക, അതാണ് ഒരു ഭ്രാന്ത്. പിന്നെ ഞാൻ വേഗം ഇവിടേക്കൊന്ന് ഈ കപ്പകളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം സമയമെടുത്ത് ചെയ്യുന്നതാണ്. നമ്മൾ വീഡിയോ സ്പീഡ് ആക്കുന്നത് കൊണ്ടാണ് 30 മിനിറ്റിൽ അതങ്ങ് ഒതുങ്ങുന്നത് കേട്ടോ. അല്ലെങ്കിൽ നല്ല സമയമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ സിങ്കൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ സിങ്ക് കഴുകൽ കാണലില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ കമന്റ് വന്നിരുന്നു. ഞാൻ കഴുകലുണ്ട് കേട്ടോ സിങ്കൊക്കെ. അപ്പൊ വേഗം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് ഇതെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് ഇനി അടുക്കള അടിച്ചു വാരാനുണ്ട് കേട്ടോ. ബാക്കിയുള്ളവിടെയൊക്കെ നമ്മൾ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുക്കള അടിച്ചു വാരണം. പിന്നെ എല്ലാവരുടെയും ഒന്ന് തുടക്കം ചെയ്യണം. അപ്പോ അങ്ങനെയൊക്കെ അങ്ങ് ഇന്നത്തെ നമ്മുടെ ഉച്ച വരെയുള്ള സമയം ഇങ്ങനെ ഒരു ക്ലീനിങ് പരിപാടിയിലോട്ട് അങ്ങ് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വാതിലൊക്കെ തുടക്കണം വിചാരിച്ചാണ്, പക്ഷെ സമയം 12:45 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. 12:30-12:45 വരെയൊക്കെ നമ്മൾ പണിയെടുത്ത് പിന്നെ കുളി കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ചോറുണ്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ കിടക്കാന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 12:30 വരെ ഞാൻ 12 to 12:30 വരെ എനിക്ക് എങ്ങനെ സമയം കാര്യങ്ങളൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പലരും എങ്ങനെ സമയം മാനേജ് ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ ഒന്നിച്ചങ്ങ് പണിയൊന്നും തീർക്കാറില്ല കേട്ടോ. ഞാൻ ഒരു ഭാഗത്തെ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിനിഷ് ആക്കും, അല്ലാണ്ട് അത് അവിടെ ഇട്ടിട്ട് പോരൂല. എന്നിട്ടുള്ള അടുത്ത ഭാഗത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മൾ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ അത് ബാക്കി വെച്ചിട്ട് അടിച്ചു വാരാൻ പോവുക, അങ്ങനെ പോവുക, ഇങ്ങനെ പോവുക, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത പരിപാടിക്ക് പോവാറുള്ളത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയാലും ഒരു പണികൾ ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കുന്നത് കാണൂല കേട്ടോ. അതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ടെൻഷൻ ഇല്ലാണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ടെൻഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം പിന്നെ ചടപടാന്ന് അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ അടിച്ചു വാരി ഉടനെ തുടക്കാൻ നിൽക്കില്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തുടക്കല് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഞാൻ തുടക്കാറുള്ളൂ. നിങ്ങളെങ്ങനെയാണ്? എൻ്റെ മോറെ അടിച്ചു വാരിയത് അങ്ങ് തുടച്ചിട്ടൂടെ ചോദിക്കൂട്ടോ അവിടെ നിൽക്കാവുമ്പോൾ. എന്നാൽ പിന്നെ ചളിയാവൂലല്ലോ പറയും. പക്ഷെ എനിക്കെന്തോ എല്ലാം കഴിഞ്ഞിട്ട് തുടക്കണതാണ് ഇഷ്ടം. വല്ല ചളി ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒന്ന് അടിച്ചു വാരാറുണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതാ ഇവിടേക്ക് വേഗം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയാ, എന്താണ് ഇനി പറയാന്,
ഹാളും ചെയറിന്റെ അടിയും എല്ലാവരും ഞാൻ അടിച്ചു വരാറുണ്ട് കേട്ടോ. പലരുടെയും വിചാരം ഞാൻ ഈ വഴിയിൽ മാത്രം അങ്ങ് തുടച്ചു പോകും, അടിച്ചു വാരി പോകും എന്നൊക്കെയാണ്. വീഡിയോയിൽ അത് മാത്രമേ കാണാറുള്ളൂ. വീഡിയോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഉമ്മ പണി ചെയ്യാറില്ലേ എന്ന് വീണ്ടും എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ ഒരു കുട്ടി കറക്റ്റായിട്ട് ആൻസറും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ചെയ്യാറുണ്ട്, പക്ഷെ ഉമ്മാക്ക് വീഡിയോയിൽ കാണിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കാണിക്കാത്തതാണ് എന്നൊക്കെ എന്തോ ആ കുട്ടി പറഞ്ഞത് നന്നായി. കാരണം ഇലകൾ വെക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി നന്നാക്കി വലിച്ചു തരലൊക്കെ ഉമ്മയാണ്. അതേപോലെ തുണികളുടെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ട, വാഷിങ്ങിന് ഇട്ടാൽ മാത്രം മതി, മടക്കി നമ്മുടെ കയ്യിൽ അങ്ങ് എത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരാൾ നിന്ന് ചെയ്യണ്ടേ? തുണികൾ മടക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ കാര്യമാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതാ ഇവിടെയൊക്കെ എൻ്റെ പണികളൊക്കെ അങ്ങ് തീർന്നിട്ടുണ്ട്. 11 മണിയായിട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് കഴിയുമ്പോഴേക്കും അപ്പോഴേക്കും എൻ്റെ വോയിസ് ഒക്കെ ഒരു ഗതി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ വ്ലോഗ് ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇനിയും മുന്നോട്ട് എനിക്ക് ഒരുപാട് വളരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. ഹാവ് എ നൈസ് ഡേ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.